രാജ്യമൊന്നാകെ ഉറ്റുനോക്കുകയാണ് തലസ്ഥാനത്തേക്ക്. സമീപകാലത്ത് എങ്ങുമില്ലാത്ത നാടകീയ സംഭവ വികാസങ്ങൾക്കാണ് ഡൽഹി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. സർക്കാർ രൂപീകരണത്തിന് മുൻപ് ഘടകകക്ഷികളുമായി ധാരണയുണ്ടാക്കാൻ BJP ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങി. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് മുതലെടുക്കാൻ ഘടകകക്ഷികൾ ശ്രമം നടത്തുന്ന സാഹചര്യത്തിലാണ് നീക്കം. നേരത്തെ ശനിയാഴ്ച വൈകിട്ട് 8 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. പുതിയ തീരുമാനമനുസരിച്ച് ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് നരേന്ദ്രമോദി മൂന്നാം തവണയും സത്യവാചകം ചൊല്ലും. നാളെ നടക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം രാഷ്ട്രപതിയെ സന്ദർശിച്ച് ഘടകകക്ഷി നേതാക്കൾ പിന്തുണക്കത്ത് കൈമാറും. ഇതിനിടെ ഘടകകക്ഷികൾ ചെലുത്തുന്ന സമ്മർദ്ദം അതിജീവിക്കാനുള്ള നീക്കം BJP ശക്തമാക്കി. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിന് പുറമെ 3 ക്യാബിനറ്റ് പദവിയും 2 സഹമന്ത്രി സ്ഥാനവുമാണ് തെലുങ്ക് ദേശത്തിന്റെ അവകാശവാദം. മറ്റൊരു ഘടകകക്ഷിയായ JDUവിന് 18ാം ലോക്സഭയിൽ ഉണ്ടാകുക 12 അംഗങ്ങൾ. അവർ ആവശ്യപ്പെട്ടതാകട്ടെ 3 ക്യാബിനറ്റ് പദവിയും 3 സഹമന്ത്രി പദവിയും. 5 അംഗങ്ങളുമായി ലോക്സഭയിലെത്തുന്ന ചിരാഗ് പാസ്വാൻ 1 ക്യാബിനറ്റ് പദവിയും 1 സഹമന്ത്രി പദവുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 7 അംഗങ്ങളുള്ള ശിവസേന ഷിൻഡെ വിഭാഗത്തിന് വേണ്ടതും 1 ക്യാബിനറ്റ് പദവിയും 1 സഹമന്ത്രി പദവിയും. NDAയിലെ ഏതാണ്ട് എല്ലാ ഘടകകക്ഷികളും മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദങ്ങൾ ഇപ്രകാരം സമാനമാണ്. കഴിഞ്ഞ 10 വർഷം നേരിട്ട പോലെ ഘടകകക്ഷികളെ കൈകാര്യം ചെയ്യാൻ BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സംയമനം പാലിച്ച് ഉഭയകക്ഷി ചർച്ചകളിലൂടെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോർമുല രൂപപ്പെടുത്താനാണ് BJPയുടെ നീക്കം. അമിത്ഷായുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾക്കൊടുവിൽ മഞ്ഞുരുകുമെന്നാണ് BJP പ്രതീക്ഷ. റോഡ് ഗതാഗതം, ഗ്രാമീണ വികസനം, ആരോഗ്യം, പാർപ്പിട, നഗരവികസനം, കൃഷി, ജൽശക്തി, IT, വിദ്യാഭ്യാസം ഇങ്ങനെ നീളുന്നു തെലുങ്ക് ദേശം ആവശ്യപ്പെട്ട വകുപ്പുകളുടെ പട്ടിക. റെയിൽവേ, ഗ്രാമവികസനം, ജൽശക്തി ഇങ്ങനെയാണ് JDUവിന്റെ അവകാശവാദം. റെയിൽവേ വകുപ്പിലും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിലുമാണ് ചിരാഗ് പാസ്വാന്റെ കണ്ണ്. കൃഷി വകുപ്പ് വേണമെന്ന് ജിതിൻ റാം മാഞ്ചിയും JDSഉം ആവശ്യപ്പെടുന്നു. അന്തിമ കക്ഷി നിലയനുസരിച്ച് NDA മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി 16 അംഗങ്ങളുടെ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയാണ്. JDU 12, ശിവസേന ഷിൻഡെ വിഭാഗം 7, LJP 5, ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച 1, JDS 2 എന്നിങ്ങനെയാണ് NDAയിലെ കക്ഷി നില. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി.